Dear students, today we are going to discuss about the previous lesson, Science and Culture, the remaining paragraph questions. So, the first question is, which is the hallmark of all great civilizations? Give one or two examples. മഹത്തായ സംസ്കാരത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? ചോദ്യം മനസ്സിലായല്ലോ. ഹോൾമാർക്ക് മീൻസ് മുഖമുദ്ര എന്ന് പറയും. മുദ്ര മനസ്സിലായോ? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രേറ്റ് സിവിലൈസേഷൻ? അതിനൊരു ഉദാഹരണം നൽകുന്നത് ക്ലാസിക്കൽ ഗ്രീക്ക് സിവിലൈസേഷൻ. ഗ്രീക്ക് സംസ്കാരം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ, അതിൻ്റെ സവിശേഷത എന്താ? ബൈ എ യൂണിറ്റി ബിറ്റ്വീൻ ആർട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി. ഇവയുടെ ഒരു യൂണിറ്റി, ഇവരുടെ ഒരു ഐക്യം, അതായത് ആർട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, അതിൻ്റെ ഒരു ഐക്യമാണ് ഗ്രീക്ക് സിവിലൈസേഷൻ്റെ സവിശേഷത. എ യൂണിറ്റി വിച്ച് ഈസ് എ ഹോൾമാർക്ക് ഓഫ് ഓൾ ഗ്രേറ്റ് സിവിലൈസേഷൻ. എല്ലാ മഹത്തായ സംസ്കാരങ്ങളുടെയും ഹോൾമാർക്ക് എന്ന് പറയുന്നത് യൂണിറ്റി ബിറ്റ്വീൻ ആർട്ട്, സയൻസ് ആൻഡ് ടെക്നോളജി. Okay, so our question is, what is the and which is a hallmark of all great civilization? You can say a unity between science, unity between art, science and technology. Okay, that is a hallmark of all great civilization. Next one, who is the greatest of all teachers? According to the writer, he asks, who are the greatest of, അല്ലെങ്കിൽ who is the greatest of all teachers? എല്ലാ അധ്യാപകരിലും വെച്ച് മഹാനായ വ്യക്തി, ഏറ്റവും വലിയൊരു ടീച്ചർ ആരാണ്? Who is the greatest of all teachers? The study of any major science or arts does not make one a scientist or humanist. The study of any major, എത്രയും വലിയ, അതായത് ശാസ്ത്രത്തിൻ്റെയോ ആർട്ടിൻ്റെയോ ഒക്കെ സ്റ്റഡി does not make one a scientist or a humanist. ആ പഠനം മാത്രം ഒരാളെ സയൻറ്റിസ്റ്റോ ഹ്യൂമനിസ്റ്റോ ആക്കുന്നില്ല, മനുഷ്യ സ്നേഹിയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനോ ആക്കുന്നില്ല. റിമെമ്പർ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടീച്ചേഴ്സ്. അധ്യാപകരിൽ വെച്ച് ഏറ്റവും മഹത്തായ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്നത് ആരെയാ? ജീസസ് ക്രൈസ്റ്റ്. ഇവൻ സെറ്റ്, ഇത് ഒരിക്കൽ പറഞ്ഞു, not all who cry Lord shall not enter the kingdom of heaven. അല്ലേ? ദൈവമേ ദൈവമേ എന്ന് വിളിച്ച് കരയുന്നവർ they don't enter the kingdom of heaven. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. not all who cry Lord, അല്ലേ? ദൈവമേ എന്ന് വിളിച്ച് കരയുന്നവർ അവരാരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. they don't enter, they shall, അല്ലെങ്കിൽ they will not enter the kingdom of heaven. അതാണ് പറയുക. Who said that? Jesus Christ. Okay, now we go to the next question. Which discipline can bridge science and art? ഏതൊരു സബ്ജക്റ്റിനാണെങ്കിലും, എങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിനാണ് സയൻസിനെയും ആർട്ടിനെയും ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുക? ബ്രിഡ്ജ് ചെയ്യാന്ന് നമ്മൾ മനസ്സിലായോ? കണക്ട് ചെയ്യും രണ്ടിനെയും തമ്മിൽ, സയൻസിനെയും കലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സബ്ജക്റ്റ് ഏതാണ്? ബന്ധിപ്പിക്കുന്ന ഡിസിപ്ലിൻ ഏതാണ്? ഹിയർ ദ ഡിസിപ്ലിൻ മീൻസ് സബ്ജക്ട്. ഓക്കെ, സോ വിച്ച് ഈസ് ദ ഡിസിപ്ലിൻ ദറ്റ് ക്യാൻ ജോയിൻ സയൻസ് ആൻഡ് ആർട്സ്? ശാസ്ത്രത്തെയും ആർട്ടിനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഡിസിപ്ലിൻ ഏതാണ്? ഹിസ്റ്ററി കുഡ് പ്രൊവൈഡ്, കേട്ടോ. അതാണ് ചരിത്രത്തിനാണ് അതിനൊന്ന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുക. വാട്ട് ഡിസിപ്ലിൻ? എന്താണ് ഹിസ്റ്ററി? വിച്ച് ഈസ് ദ ഡിസിപ്ലിൻ? അല്ലെങ്കിൽ ഹിസ്റ്ററി കുഡ് പ്രൊവൈഡ് ദ കൾച്ചറൽ ബ്രിഡ്ജ് ടു ബ്രിങ് ദി ഡിസിപ്ലിൻസ് ഓഫ് അവർ അക്കാഡമിക് വേൾഡ് ഇൻ ടു ഓർഡർ. നമ്മുടെ കലാലയ ലോകത്തിലെ എല്ലാത്തിനെയും ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഹിസ്റ്ററിയാണ്. ദറ്റ് ക്യാൻ പ്രൊവൈഡ് എ കൾച്ചറൽ ബ്രിഡ്ജ്, സാംസ്കാരികമായിട്ടുള്ളൊരു കണക്ഷൻ ടു ബ്രിങ് ദ ഡിസിപ്ലിൻസ് ഓഫ് അവർ അക്കാഡമിക് വേൾഡ് ഇൻ ടു ഓർഡർ. ഇട്ടോണ്ട് ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ വില്യം ജെയിംസ് ഒബ്സർവ്സ്, അദ്ദേഹം പറയുന്നു, ജിയോളജി, എക്കണോമിക്സ്, മെക്കാനിക്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, ദറ്റ് ഈസ് taught with a reference to the
achievements of the geniuses to which these signs owe their being. Okay. History could provide, പറഞ്ഞല്ലോ, history is a discipline that can bridge the science and art, provide the cultural bridge to bring the disciples of our academic world. നമ്മുടെ കലാലയ ലോകത്തിലെ ഡിസിപ്ലിൻസിനെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും, ഒരു ഓർഡറിൽ കൊണ്ടുവരാൻ പറ്റും. ചരിത്രപരമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ വില്യം ജെയിംസ് ഒബ്സർവ് ചെയ്യുന്ന എന്താ, ജിയോളജി മീൻസ് എന്താണ്, ഭൂമിശാസ്ത്രം, ജിയോളജി കേട്ടോ. ഒബ്സർവേഴ്സ് ഓഫ് ജിയോളജി, എക്കണോമിക്സ്, സാമ്പത്തികശാസ്ത്രം, മെക്കാനിക്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ഇതൊക്കെ ചരിത്രപരമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഏതാ, ഭൂമിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും, മെക്കാനിക്സ് യാന്ത്രികം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, ഇതൊക്കെ എന്താണ് ചരിത്രപരമായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയുന്ന ടോട്ട് വിത്ത് റെഫറൻസ്, പരാമർശങ്ങളൊക്കെ ആയിട്ട് റെഫറൻസോട് കൂടി പഠിപ്പിക്കണം. ടു ദി അച്ചീവ്മെൻറ്റ്സ് ഓഫ് ജീനിയസ്, വലിയ വലിയ പ്രതിഭാശാലികളുടെ നേട്ടങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് നേട്ടങ്ങൾ. ഹു ആർ ദ ജീനിയസസ്, പ്രതിഭാശാലികൾ. ടു വിച്ച് ദീസ് സയൻസസ് ഓർ ദിയർ ബീയിങ്, ആ പ്രതിഭകളുടെയൊക്കെ നേട്ടത്തിന് കടപ്പെട്ടിരിക്കുന്നത് ആണ്. ടു വിച്ച് ദീസ് സയൻസസ്, ഈ ശാസ്ത്രങ്ങളാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സിന് കടപ്പെട്ടിരിക്കുന്നത്. ദേ അച്ചീവ്ഡ് സംതിങ് because it is because of science. These science means geology, economics and mechanics. These are considered as science. അപ്പോൾ the geniuses of the achievements of the geniuses, പ്രതിഭാശാലികളുടെ നേട്ടങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് അവരാരോട് കടപ്പെട്ടിരിക്കുന്നു, അവരിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, അതാണ് ബീയിങ്. They became famous കേട്ടോ. The geniuses, they reached the zenith of glory. അവരെ മഹത്വത്തിൻ്റെ ഉന്നതിയിലേക്ക് പ്രവേശിച്ചെങ്കിൽ, അല്ലെങ്കിൽ what is reason for their achievements? Because of this geology, economics and പിന്നെ മെക്കാനിക്സ് ആൻഡ് മെക്കാനിക്സ്. ഇതൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളാണ്, ജിയോളജി, എക്കണോമിക്സ് ആൻഡ് മെക്കാനിക്സ്. സോ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദീസ് സയൻസസ്, that they became genius. They achieved genius. The achievements of these genius, they are greatly indebted to. എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുക. അവരുടെ അച്ചീവ്മെൻറ്റ്സിന് അവർ കടപ്പെട്ടിരിക്കുന്നത് ഈ സയൻസുകളോടാണ്. വിച്ച് ആർ ദ സയൻസ്? ജിയോളജി, എക്കണോമിക്സ് ആൻഡ് മെക്കാനിക്സ്. ഓക്കെ, സോ these are the disciplines which you can join science and arts. Okay, next is fourth question. What are the two supreme expressions of mind according to Lynn White? Lynn Whiteന്റെ അഭിപ്രായത്തിൽ what are the two supreme expressions of mind? മനസ്സിൻ്റെ രണ്ട് മേൽത്തരമായ എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്? What are the supreme expressions of mind according to Lynn White? Lynn White was a remarkable medieval historian. Medieval period എന്ന് കേട്ടിട്ടുണ്ടാവും. medieval periodil ഒരു ഹിസ്റ്റോറിയൻ ആയിരുന്നു ലിൻ വൈറ്റ്. According to him, a new liberal education must offer in our colleges. അദ്ദേഹം പറയുന്നത് വളരെ ലിബറലായിട്ടുള്ള, വളരെ ഉദാരത്തോടും ലിബറലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ നമ്മുടെ കോളേജുകളിലൊക്കെ ഓഫർ ചെയ്യണം കേട്ടോ. വളരെ ലിബറലായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ അദ്ദേഹം പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിം, എ ന്യൂ ലിബറൽ എഡ്യൂക്കേഷൻ മസ്റ്റ് ഓഫർ ഇൻ അവർ കോളേജസ്. എ കോഴ്സ് ഓൺ ദി ഇന്റേണൽ കോമ്പസിഷൻ, internal burning of engine, and a course on Shakespeare's play. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ എന്താണ് ഇന്റേണൽ കോമ്പസിഷൻ. വാട്ട് ഈസ് കോമ്പസിഷൻ? ബേണിംഗ്, എരിച്ചിൽ അഥവാ
കമ്പസഷൻ എന്ന് പറയുന്ന മറ്റൊരു മീനിങ് എന്താണ്? ദഹനം അല്ലെങ്കിൽ എരിച്ചിൽ എന്നൊക്കെ പറയും. എരിച്ചിൽ അല്ലെങ്കിൽ ബേണിംഗ് എന്ന് പറയാം. നാച്ചുറൽ ബേണിംഗ് ഓഫ് എൻജിൻ, നാച്ചുറൽ ബേണിംഗ് എൻജിൻ അവൻ്റെ കോഴ്സ് ഓൺ ഷേക്സ്പിയർസ് പ്ലേ. ഇതാണ് ദ സുപ്രീം എക്സ്പ്രഷൻസ് ഓഫ് ദ മൈൻഡ് എന്ന് പറയുന്നത്. ലിൻ വൈറ്റ് പറയുന്നത് വാട്ട് ആർ ദ ടു സുപ്രീം എക്സ്പ്രഷൻസ് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെ വളരെ മേൽത്തരമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അത് വരണമെന്നുണ്ടെങ്കിൽ ഷേക്സ്പിയർസ് പ്ലേ മസ്റ്റ് ബി ടോട്ട് ഇൻ ദ കോളേജസ് ഓർ ഇന്റേണൽ കോമ്പസിഷൻ എൻജിൻ. ഇതൊക്കെയാണ് കോളേജിൽ പഠിപ്പിക്കേണ്ടത്. Then according to Lin White, they are the supreme expressions of mind. By studying Shakespeare's play, by composition energy, composition means burning of engine. So these are the two supreme expressions of mind. നമ്മുടെ മനസ്സിലുള്ള ആ മേൽത്തരമായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊണ്ടുവരാൻ സഹായിക്കുന്നത് ബൈ സ്റ്റഡിയിങ് ഷേക്സ്പിയർസ് പ്ലേ ആൻഡ് ദി ഇന്റേണൽ ആന്തരികമായിട്ടുള്ള കോമ്പസിഷൻ എൻജിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഹാവ് സയൻസ് ആൻഡ് ടെക്നോളജി woven യൂണിറ്റി ഇൻ ടു അവർ സൊസൈറ്റി? വീവ് എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് woven. എപ്രകാരമാണ് സയൻസും ടെക്നോളജിയും നമ്മുടെ സമൂഹത്തിലെ യൂണിറ്റിയെ നെയ്തെടുത്തത്, ഉണ്ടാക്കിയെടുത്തതെന്നർത്ഥം. മനസ്സിലായോ? സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ക്രിയേറ്റഡ്, ഹാസ് മെയ്ഡ് യൂണിറ്റി ഇൻ അവർ സൊസൈറ്റി. അത് എപ്രകാരമാണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഹാസ് ക്രിയേറ്റഡ് യൂണിറ്റി ഇൻ അവർ സൊസൈറ്റി. കേട്ടോ, നമ്മുടെ സൊസൈറ്റിയിലേക്ക് യൂണിറ്റി കൊണ്ടുവന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. അതേപ്രകാരം all great cultures, China, Athens, India, were held together by ideas based on spiritual unity. And of all the things that are part of our lives, science and technology are the most pervasive. Pervasive means വ്യാപകമായ, ഒത്തിരി വ്യാപകമായ തോതിൽ സയൻസ് ആൻഡ് ടെക്നോളജി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. Science and technology has influenced our lives very much. Scientific knowledge is a living, growing thing. ശാസ്ത്രീയമായ അറിവ് എന്ന് പറയുന്നത് അത് ലിവിങ്, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് സയൻറ്റിഫിക് നോളജ്. ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഓൾ ഗ്രേറ്റ് കൾച്ചേഴ്സ്, ചൈന, ഏതൻസ്, ഇന്ത്യ, ഇവരുടെയൊക്കെ സംസ്കാരം were held together. ആ സംസ്കാരത്തേക്ക് ഒരുമിച്ച് കൊണ്ടുവരുന്നത്, ചൈനയുടെ, ഏതൻസിൻ്റെ, ഇന്ത്യയുടെയൊക്കെ സംസ്കാരത്തെ ഒരുമിപ്പിക്കുന്നത് എന്താണെന്നറിയോ? സ്പിരിച്വൽ യൂണിറ്റിയാണ്, ആധ്യാത്മികമായ ഐക്യം. ആൻഡ് ഓഫ് ഓൾ തിങ്സ് ദാറ്റ് ആർ പാർട്ട് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ എല്ലാം സയൻസ് ആൻഡ് ടെക്നോളജി ആർ ദ മോസ്റ്റ് പെർവേസീവ്, മോസ്റ്റ് സ്പ്രെഡിങ്, ഇനി വ്യാപകമായിട്ടുള്ള ഒന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി. സയൻറ്റിഫിക് നോളജ് ഈസ് ലിവിങ്, ഗ്രോയിങ് തിങ്. ഞാൻ പറയുന്നത് എന്താ? ഈ റൈറ്റർ പറയുന്നു, ശാസ്ത്രീയമായ അറിവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലിവിങ് തിങ്, ഇന്ന് നിലവിലുള്ള ഒന്നാണ്. ഇറ്റ്സ് എ ലിവിങ് തിങ്. ഓൾസോ ഇറ്റ് ഈസ് ഗ്രോയിങ് ഫാസ്റ്റ്, വളരെ വേഗത്തിൽ വളരുന്ന ഒന്നാണ് സയൻറ്റിഫിക് നോളജ്. അപ്പോൾ നമ്മൾ പറയാം അഗൈൻ, ദ കൾച്ചർ ഓഫ് ചൈന, ഏതൻസ് ആൻഡ് ഇന്ത്യ, ദേ വെർ ഹെൽഡ് ടുഗെദർ, അവയെ ഒരുമിപ്പിക്കുന്നത്, അതായത് ചൈനയുടെയും ഏതൻസിൻ്റെയും ഇന്ത്യയുടെയൊക്കെ സംസ്കാരങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് സ്പിരിച്വൽ യൂണിറ്റിയാണ്, ആധ്യാത്മികമായ ഐക്യം. ആൻഡ് ഓഫ് ഓൾ ദ തിങ്സ് ദാറ്റ് ആർ പാർട്ട് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ എല്ലാ കാര്യങ്ങളെയും ഒരുമിപ്പിക്കുന്നത് ഈ സ്പിരിച്വൽ യൂണിറ്റിയാണ്. ഇന്ത്യ, ഏതൻസ്, അതുപോലെ തന്നെ ചൈന, ഇവരുടെയൊക്കെ സംസ്കാരങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് സ്പിരിച്വൽ യൂണിറ്റിയാണ്. ഓക്കെ, scientific knowledge is a living, growing thing. What was the contribution of Liebig? ഒരു സയൻറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ്? ആരുടെ? ലീബിഗ് എന്ന് പറയുന്ന ആളുടെ സംഭാവന എന്താണ്? In the 1800s, this young German scientist, this Liebig, ഒരു ജർമ്മൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹമാണ് ഡിറ്റക്റ്റഡ്
അതാണ് phosphate and potash in the ashes of the burned plants. ആണോ, കത്തിയെരിഞ്ഞ ആ പ്ലാന്റുകളുടെ ചാരത്തിൽ നിന്ന് പൊട്ടാഷ്യം അതുപോലെ ഫോസ്ഫേറ്റ് ഒക്കെ കണ്ടെത്തിയത് ജർമ്മൻ സയൻറ്റിസ്റ്റായി ലീബിഗാണ്. ഇറ്റ് ഈസ് ലീബിഗ്, ദ ജർമ്മൻ സയൻറ്റിസ്റ്റ് who detected the phosphate potash in the ashes of the burned plants. അതുപോലെ തന്നെ he also found ammonia in the vapors. ജലബാഷ്പത്തിൽ നിന്ന് അമോണിയ കണ്ടെത്തിയത്. He was a father, so to say, of artificial fertilizers. ഈ ലിബിഗാണ് is called the father of the artificial fertilizers. കൃത്രിമമായിട്ടുള്ള മനുഷ്യനുണ്ടാക്കുന്ന രാസവളങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, ആർട്ടിഫിഷ്യൽ, കൃത്രിമമായ, man-made, which doubled the food capacity of Europe. യൂറോപ്പിൻ്റെ ഭക്ഷണത്തിൻ്റെ കപ്പാസിറ്റി, ഭക്ഷ്യവസ്തുക്കളുടെ കപ്പാസിറ്റി ഇരട്ടിയായിട്ട് വർദ്ധിച്ചു ബിക്കോസ് ഓഫ് ദി ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ്, കൃത്രിമ വളങ്ങൾ എന്ന് പറയും. അതിൻ്റെ പിതാവാണ് ആര്? ലിബിഗ്. അപ്പോൾ അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് വിച്ച് ഡബിൾഡ് ദി ഫുഡ് കപ്പാസിറ്റി ഓഫ് യൂറോപ്പ്. So what is the contribution of Liebig? He detected the phosphate and potash from the ashes of the burned plants, also found ammonia from vapors. Okay. And he is the father of what? He was the father of artificial fertilizers, which doubled, രണ്ടു മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു നമ്മുടെ ഫുഡ് കപ്പാസിറ്റി ഓഫ് യൂറോപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ, 7th question. What is the truth about Aristotle? What is the truth about Aristotle? അരിസ്റ്റോട്ടിലിനെ കുറിച്ചുള്ള സത്യം എന്താണ്? അല്ലെങ്കിൽ ആരായിരുന്നു അരിസ്റ്റോട്ടിൽ? അരിസ്റ്റോട്ടിൽ വാസ് എ ഗ്രേറ്റ് ഫിലോസഫർ. വലിയൊരു ഫിലോസഫറായിരുന്നു, തത്വചിന്തകനും അതുപോലെ മെറ്റാഫിസിഷ്യൻ. മെറ്റാഫിസിഷ്യൻ വാക്കിൻ്റെ മീനിങ് എന്താണ്? ആധ്യാത്മിക ജ്ഞാനി. നമ്മുടെ മനസ്സ്, നമ്മുടെ ധാർമ്മികമായ ജീവിതം, മോറൽ ലൈഫ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്, നമ്മൾ മലയാളത്തിൽ പറയും ആധ്യാത്മിക ജ്ഞാനി. ആത്മാവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന, അബൌട്ട് ദ മൈൻഡ്. അപ്പോൾ പുള്ളിയൊരു വലിയ ഫിലോസഫറായിരുന്നു, മെറ്റാഫിസിഷ്യനായിരുന്നു. ആരാ? അരിസ്റ്റോട്ടിൽ. ഹി വാസ് ഓൾസോ വൺ ഓഫ് ദി ഗ്രേറ്റ് ഫിഗേഴ്സ് ഓഫ് സയൻസ്. ശാസ്ത്രത്തിലെയും വലിയൊരു ഫിഗറാണ് അദ്ദേഹം. ഹി വാസ് ഓൾസോ നോട്ടഡ് in the field of science. He also contributed much in the field of science. Aristotle. So who are Aristotle? ആരായിരുന്നു? He was a philosopher. He was a metaphysician. Also, he is one of the great figures in science. He was considered a great naturalist. വലിയൊരു പ്രകൃതിവാദിയും കൂടിയായിരുന്നു അരിസ്റ്റോട്ടിൽ. He was considered as a great naturalist. Okay. തീർന്നില്ല. ദ ഫാദർ ഓഫ് ബയോളജി, ജീവശാസ്ത്രത്തിൻ്റെ പിതാവ്. എ മാൻ ഹു ഓപ്പൺഡ് എൻക്വയറി ഇൻ ടു, അദ്ദേഹം എന്താ പറയുക, അന്വേഷണം തുറന്നിട്ടു, അല്ലെങ്കിൽ അന്വേഷിച്ചു അദ്ദേഹം. ദ മാൻ ഹു ഓപ്പൺഡ് ദ എൻക്വയറി ഇൻ ടു ഫിസിയോളജി, സയൻസ് ഓഫ് ഫങ്ഷൻസ് ആൻഡ് ഫിനോമിന ഓഫ് ലിവിങ് ഓർഗാനിസം, ജീവനുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം. എന്താണ് ഫിസിയോളജി. ആൻഡ് വാട്ട് ഈസ് കോൾഡ് എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രം. ഓക്കെ, ഭ്രൂണശാസ്ത്രം. കമ്പാരറ്റീവ് അനാറ്റമി ആൻഡ് എക്കോളജി. വാട്ട് ഈസ് അനാറ്റമി? അനാറ്റമി മീൻസ് ശരീരഘടനാശാസ്ത്രം. അനാറ്റമി, ശരീരഘടനാശാസ്ത്രം. എക്കോളജിയോ പരിസ്ഥിതി ശാസ്ത്രം. ഇതിൻ്റെയൊക്കെ കമ്പാരറ്റീവ്, അതിനെയൊക്കെ കമ്പയർ ചെയ്യാനായിട്ടൊക്കെ അദ്ദേഹം അതിനുള്ള എൻക്വയറി ആരംഭിച്ചു. ദ മാൻ ഹു ഓപ്പൺ, അരിസ്റ്റോട്ടിൽ വാസ് ദ സയൻറ്റിസ്റ്റ് ഹു ഓപ്പൺഡ് ദ എൻക്വയറി ഇൻ ടു ഫിസിയോളജി, എംബ്രിയോളജി, കമ്പാരറ്റീവ് അനാറ്റമി ആൻഡ് എക്കോളജി. സോ യു ഷുഡ് bear in mind what are the meanings of these words. ഫിസിയോളജി, നമ്മുടെ ലിവിങ് ഓർഗാനിസത്തെക്കുറിച്ചുള്ള പഠനം, ഫിസിയോളജി. എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രം. ആൻഡ് കമ്പാരറ്റീവ് അനാറ്റമി ആൻഡ് എക്കോളജി. വാട്ട് ഈസ് അനാറ്റമി? അനാറ്റമി എന്ന് പറയും, ഓർത്തിരിക്കുക, ശരീരഘടനാശാസ്ത്രം.
ശരീര ഘടനാശാസ്ത്രം, എക്കോളജി ഓഫ് പരിസ്ഥിതി ശാസ്ത്രം, ഇതിനെക്കുറിച്ചൊക്കെ ഒരു എന്താ പറയുക കമ്പാരിസൺ നടത്തിയത്. ഓൾസോ ഹി ഓപ്പൺ എൻക്വയറി ഇൻ ടു ഫിസിയോളജി, embryology, etc. So these are the paragraph questions that you have to study for the exam. Okay. Now we are going to learn the 6th lesson on the following days. Okay. So thank you very much.